സ്റ്റുഡൻസ്, ഫസ്റ്റ് ഇയർ VHSക്ക് പഠിക്കാനുള്ള ഒരു പേപ്പറാണ് എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് എന്നുള്ളത്. അതിൻ്റെ ഫസ്റ്റ് യൂണിറ്റാണ് നമ്മൾ നോക്കുന്നത്, എൻ്റർപ്രണർ ആൻഡ് എൻ്റർപ്രണർഷിപ്പ് എന്നുള്ള ഒരു യൂണിറ്റ്. അതിലിനി നമുക്ക് നോക്കാനുള്ളത് ക്വാളിറ്റീസ് ഓഫ് എൻ്റർപ്രണർ ഓർ എൻ്റർപ്രണറിയൽ ട്രേറ്റ്സ് എന്നുള്ളതാണ്. അതായത് സംരംഭകൻ്റെയോ സംരംഭകത്തിൻ്റെയോ ഗുണങ്ങൾ എന്താണെന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. സംരംഭകൻ്റെയോ സംരംഭകത്വത്തിൻ്റെയോ ഗുണങ്ങളെക്കുറിച്ചാണ് പറയാനുള്ളത്. ഫസ്റ്റ് ഹാർഡ് വർക്കാണ്, കഠിനാധ്വാനം. വില്ലിങ്നെസ് ടു വർക്ക് ഹാർഡ് ഡിസ്റ്റിങ്വിഷസ് എ സക്സസ്ഫുൾ എൻ്റർപ്രണേഴ്സ് ഫ്രം അൺയൂസ്ഫുൾ വൺ. അതായത് വിജയകരമായ സംരംഭകരെ വേർതിരിച്ച് കാണിക്കുന്ന ഒരു പ്രധാന ഘടകമാണ്. അതായത് വിജയകരമായ ഒരു സംരംഭകനെ അല്ലെങ്കിൽ ഒരു സംരംഭത്തെ വേർതിരിച്ച് കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് കഠിനാധ്വാനം ചെയ്യാനുള്ള അവരുടെ സന്നദ്ധത എന്നുള്ളത്. ഇനി സെൽഫ് കോൺഫിഡൻസ് അഥവാ ആത്മവിശ്വാസം. The entrepreneur believes in himself and his disabilities. Self-confidence enables individuals to handle all situations without much difficulties. സംരംഭകന് തന്നിലും അവൻ്റെ കഴിവുകളിലും വിശ്വസിക്കുന്നുണ്ട്. ആത്മവിശ്വാസം എല്ലാ സാഹചര്യങ്ങളെയും വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ കൈകാര്യം ചെയ്യാൻ അദ്ദേഹത്തെ പ്രാപ്തനാക്കുന്നുണ്ട്. ഇത് ഒരു സംരംഭകൻ്റെ പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ്. ദെൻ പ്രോബ്ലം സോൾവിങ്, അതായത് പ്രശ്നം പരിഹരിക്കുന്നു. ആൻ എൻ്റർപ്രണർ ഡസ് നോട്ട് ഗെറ്റ് ഡിസപ്പോയിൻറ്റഡ് വെൻ ഹി ഫേസസ് പ്രോബ്ലംസ്. ഹി മസ്റ്റ് ഷോ സ്ട്രോങ് ഡിറ്റർമിനേഷൻ ടു ഓവർകം പ്രോബ്ലംസ് അറ്റ് എനി ഡയമെൻഷൻ. അപ്പോൾ ഏതൊരു പ്രശ്നം വരുമ്പോഴും അതിനെ അഭിമുഖീകരിക്കാനുള്ള ശേഷി ഉണ്ടാവുന്നു. ഏത് പ്രശ്നത്തെയും അതിജീവിക്കാനുള്ള ശക്തമായ ദൃഢനിശ്ചയം അവന് കാണിക്കുന്നുണ്ട്. ദെൻ ഓപ്റ്റിമിസ്റ്റ് ആണ്, അതായത് ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയ വ്യക്തിയാണ്. The successful entrepreneurs have a positive approach towards things. They do not get disturbed by present problems faced by them. They become optimists for future that the situation will become favorable to business in future. ഇപ്പോൾ വിജയകരമായ സംരംഭകർക്ക് കാര്യങ്ങളിൽ നല്ല സമീപനമായിരിക്കും ഉണ്ടാവുക. തങ്ങൾ നേരിടുന്ന ഇപ്പോഴത്തെ പ്രശ്നങ്ങളിൽ അവരൊരിക്കലും അസ്വസ്ഥരായിട്ട് മാറില്ല. ഭാവിയിൽ ബിസിനസ്സിന് അനുകൂലമായ സാഹചര്യം വരും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസത്തോടെ അവർ മുന്നേറുകയാണ് ചെയ്യുക. ഇനി ഇൻഫർമേഷൻ സീക്കറാണ്. An entrepreneur must be always an information seeker. Information must be updated from time to time. Decision making is done on the basis of information. ഒരു സംരംഭകന് ഒരു വിവര അന്വേഷകനായിരിക്കണം. അതായത് വിവരങ്ങൾ കാലാകാലങ്ങളിൽ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം തീരുമാനങ്ങൾ എടുക്കേണ്ടത്. ദെൻ ക്രിയേറ്റിവിറ്റി അഥവാ സർഗാത്മകത. Creativity is simply the ability of imagination. Imagination leads someone to reach never before explored areas. അപ്പോൾ സർഗാത്മകത എന്നത് ഭാവനയുടെ കഴിവാണ്. ഇതുവരെ പരിവേഷണം ചെയ്യപ്പെടാത്ത മേഖലകളിൽ എത്തിച്ചേരാൻ അദ്ദേഹത്തിൻ്റെ ഭാവന, അദ്ദേഹത്തിൻ്റെ ഇമാജിനേഷൻ അദ്ദേഹത്തെ സഹായിക്കുന്നു. ദെൻ കൺസേൺ ഫോർ ക്വാളിറ്റി. ഗുണനിലവാരത്തെക്കുറിച്ചുള്ളൊരു ആശങ്ക എപ്പോഴും അദ്ദേഹത്തിനുണ്ടാവും. Successful entrepreneur must not compromise on quality of products. Customers is general prated quality products. Satisfaction of customers must be his concern. വിജയകരമായ ഒരു സംരംഭകന് ഗുണനിലവാരത്തിൽ വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയില്ല. ഉപഭോക്താക്കൾ പൊതുവെ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുക. അപ്പോൾ ഉപഭോക്താക്കളുടെ സംതൃപ്തി കണക്കിലെടുത്തുകൊണ്ട് അതിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടായിരിക്കും അവർ ഓരോ ഉൽപ്പന്നങ്ങളും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവുക. ദെൻ ഫോർസൈറ്റ്, ദീർഘവീക്ഷണം. ദ എൻ്റർപ്രണേഴ്സ് ഹാവ് എ ഗുഡ് ഫോർസൈറ്റ് ടു നോ അബൌട്ട് ഫ്യൂച്ചർ ബിസിനസ് എൻവയോൺമെൻറ്റ്. ഹി മസ്റ്റ് ഫോർസീ ദ ചേഞ്ചസ് ലൈക്ലി ടു ടേക്ക് പ്ലേസ് ഇൻ ദ എക്കണോമി ആൻഡ് മാർക്കറ്റ്. അപ്പോൾ ഭാവിയിലെ ബിസിനസ് അന്തരീക്ഷത്തെക്കുറിച്ച് അറിയാൻ സംരംഭകർക്ക് നല്ല ദീർഘവീക്ഷണം ഉണ്ടായിരിക്കും. സമ്പദ് വ്യവസ്ഥയിലും വിപണിയിലും സംഭവിക്കാൻ സാധ്യതയുള്ള മാറ്റങ്ങൾ അവർ മുൻകൂട്ടി കാണുന്നതായിരിക്കും. ഇതും ഒരു എൻ്റർപ്രണറുടെ ക്വാളിറ്റിയാണ്. ഇനി മൈൻഡ് സെറ്റ് ഓഫ് എംപ്ലോയീസ് വൈസ് എൻ്റർപ്രണേഴ്സ്. ജീവനക്കാരുടെ അല്ലെങ്കിൽ സംരംഭകരുടെ മാനസികാവസ്ഥ എങ്ങനെയുള്ളതായിരിക്കും എന്ന് നോക്കാം. ഓക്കെ, മൈൻഡ് സെറ്റ് ഓഫ് എൻ്റർപ്രണർ പ്രിഫർ ഫ്രീഡം ഓവർ വർക്കിംഗ് ഫോർ മണി. അതായത്
അവരുടെ ജോലിയും, അതായത് പണത്തിന് വേണ്ടിയുള്ള അവരുടെ പ്രവൃത്തികളെല്ലാം തന്നെ സ്വതന്ത്രമായിട്ടുള്ളതായിരിക്കാം. ഫോക്കസ് ഓൺ സൊല്യൂഷൻ നോട്ട് പ്രോബ്ലം. അവർ പ്രോബ്ലത്തിനെ അല്ല ഫോക്കസ് ചെയ്യുന്നത്, മറിച്ച് അതിൻ്റെ സൊല്യൂഷനിലേക്കാണ്. വേക്കപ്പ് ആഫ്റ്റർ ഫെയിലിയർ. എന്തൊക്കെ ഫെയിലിയർ സംഭവിച്ചാലും അതിൽ നിന്ന് വേക്കപ്പ് ചെയ്യാൻ അതിനുള്ള ഒരു തന്ത്രങ്ങൾ അവരിലുണ്ടാവും. ദെൻ ക്രിയേറ്റ് ഓൺ പ്രൊഫൈൽ. അവർക്ക് അവരുടേതായ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യപ്പെടും. അവരുടേതായിട്ടുള്ള ഒരു സ്വന്തമായിട്ടുള്ള ഒരു പ്രൊഫൈൽ ഉണ്ടായിരിക്കും. വർക്ക് പാഷനേറ്റ്ലി. അതായത് അവരുടെ ഒരു താല്പര്യത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങളുണ്ടായിരിക്കും. ഓൾവേസ് റെഡി ടു ടേക്ക് റിസ്ക് ഏറ്റെടുക്കാൻ എല്ലായ്പ്പോഴും റെഡി ആയിരിക്കും. മൈൻഡ് സെറ്റ് ഓഫ് ആൻ എംപ്ലോയി പ്രിഫർ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ജോബ്. ഒരു എംപ്ലോയി എപ്പോഴും സുരക്ഷിതവും അതുപോലെ സേഫായിട്ടുള്ള ജോബായിരിക്കും തിരഞ്ഞെടുക്കുക. കംപ്ലയിൻറ്റ് വെനെവർ ഫേസ് എ പ്രോബ്ലം. എന്തൊരു പ്രോബ്ലം വന്നാലും അവർ കംപ്ലയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓൾവേസ് ഫിയർ ഫെയിലിയേഴ്സ്. അവരെപ്പോഴും ഫെയിലിയേഴ്സിനെ ഭയപ്പെട്ടുകൊണ്ടിരിക്കും. ഈഗോയിസ്റ്റ് വെൻ തിങ്കിങ് ഓഫ് അപ്ഡേറ്റിംഗ് മൈസെൽഫ്. അവരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവർ ഈഗോയിസ്റ്റിക് ആവാൻ സാധ്യതയുണ്ട്. ദെൻ അസൈൻഡ് ടാസ്ക് ആസ് എ പാർട്ട് ഓഫ് ഡ്യൂട്ടി. അവരുടെ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ടുള്ള ടാസ്കൊക്കെ അവരിങ്ങനെ അതിനെ ഏറ്റെടുത്തുകൊണ്ടേയിരിക്കും, അതിനെ അസൈൻ ചെയ്തുകൊണ്ടേയിരിക്കും. ഡു നോട്ട് അണ്ടർടേക്ക് എനി റിസ്ക്. അവർ ഒരു റിസ്ക്കും ഏറ്റെടുക്കാൻ അവർ തയ്യാറായില്ല. ബിക്കോസ് അവർ മറ്റൊരു കമ്പനിയുടെ കീഴിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കും. ആൻ എൻ്റർപ്രണർ ഈസ് വൺ ഹൂ possesses all the qualities of an entrepreneur but does not have a business of his own. അപ്പോൾ ഒരു സംരംഭകൻ്റെ എല്ലാ ഗുണങ്ങളും ഉള്ള ആളാണ് എൻ്റർപ്രണർ എന്ന് പറഞ്ഞാൽ. എന്നാൽ അദ്ദേഹത്തിന് സ്വന്തമായിട്ടൊരു ബിസിനസ് ഇല്ല. ഇനി ഡിഫറൻസ് ബിറ്റ്വീൻ എൻ്റർപ്രണർ ആൻഡ് ഇൻട്രാപ്രണർ. സംരംഭകനും ഇൻട്രാപ്രണറും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇപ്പം എൻ്റർപ്രണർ എന്ന് പറഞ്ഞാൽ ആൻ എൻ്റർപ്രണർ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഇൻ ഹിസ് ഓപ്പറേഷൻ. അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും അദ്ദേഹം ഇൻഡിപെൻഡൻ്റ് ആണ്, സ്വതന്ത്രനാണ്. എന്നാൽ ഇൻട്രാപ്രണർ വർക്ക്സ് അണ്ടർ ആൻ എൻ്റർപ്രണർ. ഒരു സംരംഭകൻ്റെ അണ്ടറിലാണ് ഒരു ഇൻട്രാപ്രണർ വർക്ക് ചെയ്യുന്നത്. അതാണ് വ്യത്യാസം. ദെൻ ആൻ എൻ്റർപ്രണർ ഹിംസെൽഫ് റൈസസ് ദ ക്യാപിറ്റൽ. ഒരു സംരംഭകന് അദ്ദേഹത്തിൻ്റെ ക്യാപിറ്റൽ ഇതിലേക്ക് മുടക്കുന്നു. എന്നാൽ ഇൻട്രാപ്രണർ ഫണ്ട്സ് ആർ നോട്ട് റേസ്ഡ് ബൈ ദ ഇൻട്രാപ്രണർ. എന്നാൽ ഫണ്ട്സ് ആർ നോട്ട് റേസ്ഡ് ബൈ ദ ഇൻട്രാപ്രണർ. ഇൻട്രാപ്രണർക്ക് സ്വന്തമായിട്ട് ഫണ്ട് ഇല്ല. ആൻ എൻ്റർപ്രണർ അസ്യൂംസ് ദ റിസ്ക് ഓഫ് ഹിസ് എൻ്റർപ്രൈസ്. എന്ത് റിസ്ക്കും വന്നാൽ അതിനെ ഫേസ് ചെയ്യാൻ തയ്യാറായിരിക്കും. ഇൻട്രാപ്രണർ ഡസ് നോട്ട് ഫുള്ളി ബിയർ ദ റിസ്ക്. എന്നാൽ ഒരു ഇൻട്രാപ്രണർ ഒരിക്കലും ഫുള്ളായിട്ട് റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറല്ല. എൻ്റർപ്രണർ ഓപ്പറേറ്റ്സ് ബോത്ത് ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ദ ഓർഗനൈസേഷൻ. ആ സംഘടനയുടെ ഉള്ളിലും പുറത്തും എൻ്റർപ്രണർ ഓപ്പറേറ്റ് ചെയ്യും. എന്നാൽ ഇൻട്രാപ്രണർ ഓപ്പറേറ്റ്സ് വിതിൻ ദ ഓർഗനൈസേഷൻ. എന്നാൽ ഇൻട്രാപ്രണർ ആ ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ നിന്നും മാത്രമേ വർക്ക് ചെയ്യുകയുള്ളൂ. ഇതാണ് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ. ഇനി എന്താണ് സംരംഭകത്വം അഥവാ എൻ്റർപ്രണർഷിപ്പ് എന്ന് പറഞ്ഞാൽ? ഇറ്റ് റെഫേഴ്സ് ടു ദ ഫങ്ഷൻസ് പെർഫോംഡ് ബൈ ആൻ എൻ്റർപ്രണർ ഇൻ എസ്റ്റാബ്ലിഷിംഗ് ആൻ എൻ്റർപ്രൈസ്. ഒരു എൻ്റർപ്രൈസ് സ്ഥാപിക്കുന്നതിൽ ഒരു സംരംഭകൻ നടത്തുന്ന പ്രവർത്തനങ്ങളെ മൊത്തത്തിൽ സൂചിപ്പിക്കുന്നതാണ് എൻ്റർപ്രണർഷിപ്പ് എന്നുള്ള പദം. ഒരു സ്ഥാപനത്തിൽ ഒരു സംരംഭകൻ നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും എൻ്റർപ്രണർഷിപ്പ് എന്ന് പറയും. എൻ്റർപ്രണർ പ്ലസ് എൻ്റർപ്രണർഷിപ്പ് ഈസ് ഈക്വൽ ടു എൻ്റർപ്രൈസ്. അതായത് ഒരു എൻ്റർപ്രൈസ് സ്ഥാപിക്കുന്നതിൽ ഒരു സംരംഭകൻ നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും എൻ്റർപ്രണർഷിപ്പ് എന്ന പേരിൽ അറിയപ്പെടുന്നു. വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എൻ്റർപ്രണർഷിപ്പ്? സംരംഭകത്വത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? ഡൈനാമിക് പ്രോസസ്സാണ്. അതൊരു ചലനാത്മക പ്രക്രിയയാണ്, നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. ദെൻ ഇന്നൊവേഷൻ, അതിന് പുതിയ സാധ്യതകളെക്കുറിച്ച് അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. റിസ്ക് ടേക്കിംഗ്, റിസ്ക് ഏറ്റെടുക്കുന്നുണ്ട്. എന്ത് പ്രതിസന്ധികൾ വന്നാലും അതിനെ തരണം ചെയ്യാനുള്ള ഒരു സന്നദ്ധതയുണ്ട്. ഓർഗനൈസേഷൻ ബിൽഡിംഗ് ഫംഗ്ഷൻ, സംഘടനാ നിർമ്മാണ പ്രവർത്തനങ്ങളുണ്ട്. ഗ്യാപ്പ് ഫില്ലിംഗ് ഫംഗ്ഷൻ, വിടവ് പൂരിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ, അതായത് എന്തെങ്കിലും കുറവുകൾ വന്നാൽ അതിനെ നികത്തിക്കൊണ്ടു പോകുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ദെൻ പ്രോഫിറ്റ് പൊട്ടൻഷ്യൽ,
ലാഭ്യസാധ്യതകളെക്കുറിച്ചുള്ള അന്വേഷണങ്ങളും നടക്കുന്നുണ്ട്. ഇനി എൻ്റർപ്രണറിയൽ പ്രോസസ്സ് എന്താണ്? സംരംഭകത്വ പ്രക്രിയ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വരുന്നത് ഐഡിയ ജനറേഷൻ, ജെർമിനേഷൻ, പ്രിപ്പറേഷൻ, ഇൻക്യുബേഷൻ എക്സെട്ര. ആശയ ജനറേഷൻ എന്ന് പറഞ്ഞാൽ അതിനെ രൂപപ്പെടുത്തുക, അതിനെ തയ്യാറാക്കുക, അതിനെ ഇൻക്യുബേഷൻ, അതിനെ വളരാനുള്ള ഒരു പീരീഡ്, ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ അതിനെ വളർച്ച പ്രാപിക്കാനുള്ള ഒരു പീരീഡ്. ഇതെല്ലാം അടങ്ങിയതാണ് ഐഡിയ ജനറേഷൻ എന്ന് പറഞ്ഞാൽ. ദെൻ ഫീസിബിലിറ്റി സ്റ്റഡി, ഇലുമിനേഷൻ, വെരിഫിക്കേഷൻ, അതായത് അതിൻ്റെ സാധ്യതകൾ എന്തൊക്കെയുണ്ടെന്ന് പഠിക്കുക, അത് എത്രത്തോളം സമൂഹത്തിന് ഉപകാരപ്രദമാകും, അതുപോലെ ഏത് തരത്തിലൊക്കെ അതിനെ നിലനിർത്തിക്കൊണ്ടു പോകാൻ പറ്റും എന്നുള്ളതിനെയാണ്, അതിനെക്കുറിച്ചുള്ള പഠനത്തെയാണ് ഫീസിബിലിറ്റി സ്റ്റഡി എന്ന് പറഞ്ഞാൽ. ഇനി എന്താണ് എൻ്റർപ്രണർഷിപ്പിൻ്റെ പ്രാധാന്യം, സംരംഭകത്വത്തിൻ്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ഡെവലപ്മെൻറ്റ് ഓഫ് മാനേജറിയൽ കാപ്പബിലിറ്റീസ്, മാനേജർ കഴിവുകളുടെ വികസനം, അതുപോലെ ക്രിയേഷൻ ഓഫ് ഓർഗനൈസേഷൻ, സംഘടനകളുടെ സൃഷ്ടി എന്ന് പറഞ്ഞാൽ ഇംപ്രൂവിങ് സ്റ്റാൻഡേർഡ്സ് ഓഫ് ലിവിങ്, ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക, മീൻസ് ഓഫ് എക്കണോമിക് ഡെവലപ്മെൻറ്റ്, സാമ്പത്തിക വികസനത്തിനുള്ള മാർഗങ്ങൾ കണ്ടെത്തുക. അപ്പോൾ ഒരു സംരംഭകത്തിൻ്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ മാനേജർ മേഖലകളിലേക്ക് കഴിവ് പ്രാധാന്യമുള്ള ആൾക്കാരെ നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്നുണ്ട്, സംഘടനകൾ വളർന്നു വരുന്നു, ജീവിത നിലവാരം മെച്ചപ്പെടുന്നു, സാമ്പത്തിക വികസനം ഉണ്ടാവുന്നു. ഇനി മിത്സ് ഓഫ് എൻ്റർപ്രണർഷിപ്പ്, സംരംഭകത്തിൻ്റെ മിഥ്യകൾ എന്തൊക്കെയാണ്? എൻ്റർപ്രണേഴ്സ് ആർ ബോൺ ആൻഡ് നോട്ട് മെയ്ഡ്. ഒരു സംരംഭകൻ ജനിച്ചതാണ്, അതിന് സൃഷ്ടിക്കപ്പെടുന്നതല്ല. അപ്പോൾ സം എൻ്റർപ്രണേഴ്സ് ട്രാൻസ്ഫർ ദർ എൻ്റർപ്രൈസസ് ഫ്രം വൺ ജനറേഷൻ ടു അനദർ. മോസ്റ്റ് എൻ്റർപ്രണേഴ്സ് ആർ നോട്ട് ബോൺ, ദേ ആർ ട്രെയിൻഡ് ടു ബിക്കം എൻ്റർപ്രണേഴ്സ്. ഇപ്പോൾ ചില സംരംഭകർ അവരുടെ സംരംഭങ്ങൾ ഒരു തലമുറയിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറ്റുന്നുണ്ട്. മിക്ക സംരംഭകരും ജനിച്ചവരല്ല, അവർ സംരംഭകരാകാൻ പല രീതിയിൽ പരിശീലനം നേടി മുന്നോട്ട് വന്നവരായിരിക്കും. ഇനി എൻ്റർപ്രണേഴ്സ് ആർ ഹൈ റിസ്ക് ടേക്കേഴ്സ്, അതായത് ഉയർന്ന റിസ്ക് ഏറ്റെടുക്കാൻ സന്നദ്ധരാണ് അവർ. Entrepreneurs take risk only after studying the situation, analyzing the environment, or are reluctant to enter into unknown areas. ഇപ്പോൾ സാഹചര്യം കൊണ്ട് പഠിച്ചും പരിസ്ഥിതിയെക്കുറിച്ച് വിശകലനം ചെയ്തുകൊണ്ടും അജ്ഞാതമായ അറിയപ്പെടാത്ത മേഖലകളിലേക്ക് കടക്കാൻ മടി കാണിച്ച ശേഷമാണ് ഓരോ സംരംഭകനും ആ റിസ്ക് ഏറ്റെടുത്ത് മുന്നോട്ട് വരുന്നത്. ഇനി സ്റ്റാർട്ടിങ് എ ബിസിനസ് ഇൻ ഈസി, ഒരു ബിസിനസ് ആരംഭിക്കുന്നത് എളുപ്പമാണ്. ഇറ്റ് ഈസ് അനദർ ഇമ്പോർട്ടൻറ്റ് മിത്ത് ദാറ്റ് ദ സ്റ്റാർട്ടിങ് ഓഫ് ബിസിനസ് ഈസ് ദ ഈസിയസ്റ്റ് വേ ടു ജനറേറ്റ് പ്രോഫിറ്റ് വിത്ത് എ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം. ബട്ട് ദ റിയാലിറ്റി ഈസ് ദാറ്റ് ഇറ്റ് ടേക്സ് എ കൺസിഡറബിൾ പീരീഡ് ഓഫ് ടൈം ടു ഏൺ പ്രോഫിറ്റ് ഫ്രം ദ ബിസിനസ്. ഒരു ബിസിനസ് ആരംഭിക്കുക എന്നുള്ളത് ചുരുങ്ങിയ സമയത്തിന് ലാഭമുണ്ടാക്കാനുള്ള എളുപ്പവഴിയാണെന്നുള്ളൊരു മിഥ്യാധാരണയുണ്ട്. എന്നാൽ ബിസിനസ്സിൽ നിന്ന് ലാഭം നേടാൻ ഗണ്യമായ സമയമെടുക്കും എന്നുള്ളതാണ് മനസ്സിലാവാൻ പറ്റുന്നത്. ഇനി എൻ്റർപ്രണേഴ്സ് ആർ വർക്കഹോളിക്സ്. ത്രൂ എൻ്റർപ്രണേഴ്സ് വർക്ക് ഫോർ ലോങ് അവേഴ്സ്. ഇറ്റ് ഡസ് നോട്ട് മീൻ ദേ ആർ വർക്കഹോളിക്സ്. എ കോമ്പറ്റന്റ് എൻ്റർപ്രണർ ഹാസ് ടൈം ഫോർ എവറിത്തിങ് ഇൻക്ലൂഡിങ് ഹിസ് പേഴ്സണൽ ലൈഫ് ആൻഡ് ആക്ടിവിറ്റീസ്. ഇപ്പോൾ സംരംഭകർ മണിക്കൂറുകളോളം ജോലി ചെയ്യുന്നുണ്ടെങ്കിലും അതിനർത്ഥം അവർ വർക്ക് ഹോളിക് ആണെന്നല്ല. കഴിവുള്ള ഒരു സംരംഭകന് തൻ്റെ വ്യക്തി ജീവിതവും പ്രവർത്തനങ്ങളും ഉൾപ്പെടെ എല്ലാത്തിനും സമയമുണ്ട്. എൻ്റർപ്രണേഴ്സ് ആർ ഓഫൺ ഹൈടെക് വിസാർഡ്. സംരംഭകർ പലപ്പോഴും ഹൈടെക് മാന്ത്രികരാണ്. Entrepreneurship is the wrong impression that technically qualified persons can succeed. Technology alone never succeed a business. സാങ്കേതിക യോഗ്യതയുള്ള വ്യക്തികൾക്ക് വിജയിക്കാമെന്ന തെറ്റായ ധാരണയാണ് എന്ത് സംരംഭകത്വം എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ സാങ്കേതികവിദ്യ മാത്രം ഒരിക്കലും ഒരു ബിസിനസ് വിജയിക്കാൻ കഴിയില്ല. അതിനനുസരിച്ചുള്ള ഹാർഡ് വർക്കും ഓർഗനൈസേഷൻ പവറും എല്ലാം തന്നെ ഒരു എൻ്റർപ്രണർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു സംരംഭം വിജയിക്കുകയുള്ളൂ. ഇനി റോൾ ഓഫ് എൻ്റർപ്രണർഷിപ്പ് ഇൻ എക്കണോമിക് ഡെവലപ്മെൻറ്റ്. സാമ്പത്തിക വികസനത്തിൽ എൻ്റർപ്രണർഷിപ്പിൻ്റെ പ്രാധാന്യം എന്താണ്? പ്രൊമോട്ട്സ് ക്യാപിറ്റൽ ഫോർമേഷൻ, മൂലധന രൂപീകരണം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ക്രിയേറ്റ്സ് ലാർജ് സ്കെയിൽ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്, വലിയ തോതിലുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. പ്രൊമോട്ട്സ് ബാലൻസ്ഡ് റീജിയണൽ ഡെവലപ്മെൻറ്റ്, ഇപ്പോൾ സമതുലിതമായിട്ടുള്ള പ്രാദേശിക വികസനത്തെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ദെൻ റെഡ്യൂസസ് കോൺസെൻട്രേഷൻ ഓഫ് എക്കണോമിക് പവർ,
സാമ്പത്തിക ശക്തിയുടെ ഏകാഗ്രത കുറയ്ക്കുന്നുണ്ട്. ഇൻക്രീസ് പെർ ക്യാപിറ്റ ഇൻകം, പ്രതിശീർഷ വരുമാനം വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇംപ്രൂവ്മെന്റ് സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ്, ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നുണ്ട്. പ്രൊമോട്ട്സ് കൺട്രീസ് എക്സ്പോർട്ട് ട്രേഡ്, രാജ്യത്തിന്റെ കയറ്റുമതി വ്യാപാരത്തെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ദ എന്റർപ്രണർ ഡിസൈൻസ് പ്രോഡക്റ്റ് ടു അഡ്രസ് ടു ദ ഓൾ സെക്ഷൻസ് ഓഫ് ദ സൊസൈറ്റി. സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും ആവശ്യമായിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ് ഒരു സംരംഭകൻ ഉണ്ടാക്കുന്നത്. ഹെൽപ്സ് പുവർ ക്ലാസ് പീപ്പിൾ, പാവപ്പെട്ട ജനങ്ങളെ സഹായിക്കുന്നുണ്ട്. ഇൻക്രീസിംഗ് പ്രൊഡക്ടിവിറ്റി, ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നു. ഡൂയിങ് സോഷ്യൽ ഒബ്ലിഗേഷൻ, സാമൂഹിക കടമ നിർവഹിക്കുന്നുണ്ട്. അതുപോലെ ക്രിയേറ്റിംഗ് ഇന്നൊവേഷൻ സൃഷ്ടിക്കുന്നുണ്ട്. സാമ്പത്തിക വികസനത്തിൽ സംരംഭകത്തിൻ്റെ പങ്കെന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. പ്രൊമോട്ട്സ് ക്യാപിറ്റൽ ഫോർമേഷൻ, ക്രിയേറ്റ് ലാർജ് സ്കെയിൽ എംപ്ലോയ്മെൻറ്റ്, പ്രൊമോട്ട്സ് ബാലൻസ്ഡ് റീജിയണൽ ഡെവലപ്മെൻറ്റ്, റെഡ്യൂസസ് കോൺസെൻട്രേഷൻ എക്കണോമിക് പവർ, increase per capita income, improvement in standard of living, promotes countries' export trade. The entrepreneur designs products to address to the all sections of the society, helps poor class people, increasing productivity, doing social obligation, creating innovation. ഇതൊക്കെയാണ്. ഇനി ചാലഞ്ചസ് ഓഫ് എൻ്റർപ്രണർഷിപ്പ്, ഒരു സംരംഭകത്വത്തിൻ്റെ വെല്ലുവിളികൾ എന്തൊക്കെയാണ്? ലാക്ക് ഓഫ് സഫിഷ്യൻറ്റ് ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസ്, മതിയായ അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം. ലാക്ക് ഓഫ് സഫിഷ്യൻറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ്, അതായത് മതിയായ അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം. നോൺ അവൈലബിലിറ്റി ഓഫ് ക്യാപിറ്റൽ, മൂലധനത്തിൻ്റെ ലഭ്യതയില്ലായ്മ. ഫിയർ ഓഫ് റിസ്ക്, അപകട ഭീതി. നോൺ അവൈലബിലിറ്റി ഓഫ് സ്കിൽഡ് ലേബർ, വിദഗ്ധ തൊഴിലാളികളുടെ ലഭ്യതക്കുറവ്. ലാക്ക് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്, വിദ്യാഭ്യാസത്തിൻ്റെയും പരിശീലനത്തിൻ്റെയും അഭാവം. ആബ്സെൻസ് ഓഫ് ടെക്നിക്കൽ നോ ഹൗ, സാങ്കേതിക അറിവിൻ്റെ അഭാവം. അതുപോലെ തന്നെ ലെസ് ഇമ്പോർട്ടൻസ് ഇൻ എൻ്റർപ്രണർഷിപ്പ് സബ്ജക്ട്സ് ഇൻ അക്കാദമിക് കരിക്കുലം, അക്കാദമിക് പാഠ്യപദ്ധതിയിൽ സംരംഭകത്വ വിഷയത്തിൽ പ്രാധാന്യം കുറവാണ്. ഇത് ഒരു വലിയ കുറവ് തന്നെയാണ്. ദെൻ ഡിഫിക്കൽട്ട് പ്രൊസീജിയേഴ്സ് ടു സ്റ്റാർട്ട് എ ബിസിനസ്, ഒരു ബിസിനസ് ആരംഭിക്കാൻ വിവിധ നടപടിക്രമങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇതും ഇതിനൊരു തടസ്സമായിട്ട്, ഒരു ചാലഞ്ചസ് ആയിട്ട്, ഒരു സംരംഭകത്വത്തിൻ്റെ വെല്ലുവിളിയായിട്ട് നിലനിൽക്കുകയാണ്. ഇനി സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഓഫ് എൻ്റർപ്രണർഷിപ്പ്, ഒരു സംരംഭകത്വത്തിൻ്റെ സാമൂഹിക ഉത്തരവാദിത്തങ്ങൾ എന്താണ്? ഫസ്റ്റ് വരുന്നത് റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് കൺസ്യൂമേഴ്സ്, ഉപഭോക്താക്കളോടുള്ള ഉത്തരവാദിത്തം. സപ്ലൈ ഓഫ് ക്വാളിറ്റി പ്രോഡക്ട്സ് അറ്റ് റീസണബിൾ പ്രൈസ്, ന്യായമായ വിലയിൽ ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യണം. അവോയ്ഡിങ് മിസ്ലീഡിംഗ് ആൻഡ് ഫോൾസ് അഡ്വർടൈസ്മെൻറ്റ്, തെറ്റിദ്ധരിപ്പിക്കുന്നതും തെറ്റായതുമായ പരസ്യങ്ങൾ ഒഴിവാക്കണം. ടു പ്രൊവൈഡ് ദ റിക്വയർഡ് ആഫ്റ്റർ സെയിൽസ് സർവീസ്, ആവശ്യമായ വിൽപ്പനാനന്തര സേവനം നൽകണം. ഇതൊക്കെ തന്നെ ഉപഭോക്താക്കളോടുള്ള ഉത്തരവാദിത്തമാണ്. റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് കൺസ്യൂമേഴ്സ് ആണ്. നെക്സ്റ്റ് റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് എംപ്ലോയീസ്, ജീവനക്കാരോടുള്ള ഉത്തരവാദിത്തം. പേയ്മെൻറ്റ് ഓഫ് ഫെയർ ആൻഡ് റീസണബിൾ വേജസ് ടു എംപ്ലോയീസ്, ജീവനക്കാർക്ക് ന്യായമായിട്ടുള്ള വേതനം നൽകണം. The provision of labor welfare facilities such as medical facilities, accommodation, canteen facility, drinking water, etc. മെഡിക്കൽ സൗകര്യങ്ങൾ, താമസം, ക്യാൻറ്റീൻ സൗകര്യം, കുടിവെള്ളം തുടങ്ങിയ തൊഴിലാളി ക്ഷേമ സൗകര്യങ്ങൾ ലഭ്യമാക്കണം. ഓഫറിംഗ് ജോബ് സെക്യൂരിറ്റി ആൻഡ് പ്രൊമോഷൻ ഓപ്പർച്യൂണിറ്റീസ്, തൊഴിൽ സുരക്ഷയും പ്രൊമോഷനും വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഇതൊക്കെ തന്നെ അതിൻ്റെ എംപ്ലോയീസിനോടുള്ള റെസ്പോൺസിബിലിറ്റീസാണ്. ഇനി റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് കമ്മ്യൂണിറ്റി, സമൂഹത്തോടുള്ള ഉത്തരവാദിത്വം എന്താണ്? പ്രൊവൈഡിങ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്, തൊഴിലവസരങ്ങൾ നൽകുന്നുണ്ട്. ടേക്കിംഗ് ഓൾ എഫേർട്സ് ടു പ്രിവെൻറ്റ് എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ, പരിസ്ഥിതി മലിനീകരണം തടയാൻ എല്ലാ ശ്രമങ്ങളും നടത്താറുണ്ട്. ദെൻ പ്രൊട്ടക്റ്റിംഗ് ആൻഡ് ഇംപ്രൂവിംഗ് ദ നാച്ചുറൽ എൻവയോൺമെൻറ്റ് ഇൻക്ലൂഡിംഗ് ഫോറസ്റ്റ്, റിവേഴ്സ്, വൈൽഡ് ലൈഫ് എക്സെട്ര, വനങ്ങളും നദികളും ഉൾപ്പെടെയുള്ള പ്രകൃതി പരിസ്ഥിതിയെ സംരക്ഷിക്കുകയും മെച്ചപ്പെടുത്തുകയും ചെയ്യുക, വന്യജീവികളെ സംരക്ഷിക്കുക. ഇതൊക്കെ തന്നെ സമൂഹത്തോടുള്ള ഉത്തരവാദിത്തത്തിൻ്റെ ഭാഗമാണ്. ഇത്രയാണ് നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിൽ വരുന്നത്. ഇനി രണ്ടാമത്തെ ചാപ്റ്റർ എൻ്റർപ്രണറിയൽ കോമ്പിറ്റൻസീസ് എന്നുള്ള ഭാഗമാണ്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.